ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച രാജ്യസഭയിൽ തുടരുന്നു. ISROയുടെയും നാസയുടെയും സംയുക്ത ദൗത്യമായ നിസാർ ഉപഗ്രഹം ഇന്ന് വൈകിട്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. മുണ്ടക്കൈ ചൂരൽമലയിൽ പുനരധിവാസം പൂർത്തിയാകുന്നതുവരെ വാടക വീടുകളിൽ കഴിയുന്നവർക്ക് ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനരധിവാസ പ്രക്രിയയിൽ സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ ശക്തമായ കാറ്റിനും വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പശ്ചിമബംഗാളിലെ കല്യാണിയിലുള്ള എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടരുന്നു. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ അല്പനേരം നിർത്തിവെച്ചെങ്കിലും 12 മണിക്ക് സമ്മേളനം പുനരാരംഭിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകളാണ് രാജ്യസഭയിൽ പുരോഗമിക്കുന്നത്. ലോക്സഭയിലും നടപടിക്രമങ്ങൾ തുടരുകയാണ്. ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൗത്യമായ നിസാർ ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള കൗണ്ട് ഡൌൺ പുരോഗമിക്കുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ഇന്ന് വൈകുന്നേരം 5:40 GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരാണ്ട്. കഴിഞ്ഞ ജൂലൈ 30 മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 2 ഗ്രാമങ്ങളെ ഒന്നാകെ തുടച്ചു നീക്കിയ മഹാദുരന്തമുണ്ടായത്. അതിജീവിതർക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന മാതൃകാ ടൗൺഷിപ്പിലെ 410 വീടുകളിൽ 1662 പേർക്കാണ് തണലൊരുങ്ങുന്നത്. ദുരന്തത്തിൽ 298 പേർ മരിച്ചതായും 32 പേരെ കാണാതായതുമായാണ് ഔദ്യോഗിക കണക്കുകൾ. ദുരന്ത ബാധിത പ്രദേശത്ത് ഇന്ന് സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും നടക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമമായ വിലങ്ങാടിലും 2024 ജൂലൈ 30 പുലർച്ചെയാണ് ഉരുൾപൊട്ടൽ ദുരിതം വിതച്ചത്. യഥാസമയം മുന്നറിയിപ്പുകൾ നൽകി പ്രദേശവാസികളെ ഒഴിപ്പിക്കാൻ സാധിച്ചതിലൂടെ വലിയ തോതിലുള്ള ആളപായം കുറയ്ക്കാനായി. കോഴിക്കോട് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. വിലങ്ങാടിന് ഉരുൾപൊട്ടലിന് 100-ലേറെ പ്രഭവ കേന്ദ്രങ്ങളുള്ളതായി ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച മാത്യു മാഷിന്റെ വിയോഗം ഇന്നും നാട്ടുകാർക്ക് നീറുന്ന ഓർമ്മയാണ്. മഴ കനക്കുമ്പോൾ പ്രദേശത്ത് ഇപ്പോഴും ആശങ്കയുണ്ട്. നിലവിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട 31 പേർക്ക് 15 ലക്ഷം രൂപ വീതം സർക്കാർ സഹായം നൽകിയിട്ടുണ്ട്. വാടകയിനത്തിലും 43 പേർക്ക് സഹായം നൽകി വരുന്നു. അതേസമയം പുനരധിവാസ പ്രവർത്തനങ്ങളിൽ മെല്ലെപ്പോക്ക് ആരംഭിച്ച് പ്രതിപക്ഷവും പ്രദേശവാസികളും രംഗത്തുണ്ട്. പ്രതിസന്ധികളെ ആത്മവിശ്വാസം കൈവിടാതെ ഒറ്റക്കെട്ടായി മറികടക്കുന്ന കേരള മാതൃകയുടെ മഹത്തായ പ്രതീകങ്ങളിലൊന്നാണ് മുണ്ടക്കൈ ചൂരൽമലയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനരധിവാസം പൂർത്തിയാകുന്നതുവരെ വാടക വീടുകളിൽ കഴിയുന്നവർക്കുള്ള ധനസഹായം തുടരും. പുനരധിവാസത്തിന് 2025 ജൂൺ 25 വരെ ആകെ 770 കോടി 76 ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത്. ഇതിൽ നിന്നും 91 കോടി 73 ലക്ഷം രൂപ ചെലവഴിച്ചെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട്ടിലെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയാണ് കേരളത്തിലെ പ്രതിപക്ഷം നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്നാൽ ദുരിതബാധിതരുടെ പട്ടിക തയ്യാറാക്കുന്നതിലും പുനരധിവാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടെന്ന് അദ്ദേഹം വിമർശിച്ചു. 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രിയോടെ അവസാനിക്കും. പ്രതീക്ഷയോടെ പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കൊല്ലത്തെ ശക്തികുളങ്ങര, നീണ്ടകര ഹാർബറുകളും പരിസരവും സജീവമായി കഴിഞ്ഞു. ബോട്ട് യാർഡുകളിൽ ചില ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലാണ്. മത്സ്യ സംസ്കരണശാലകളും പുതിയ സീസണിനായി സജ്ജമായി. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും നിയമപരമായ മത്സ്യബന്ധനവും ഉറപ്പാക്കുന്നതിനാവശ്യമായ ബോധവത്കരണം ലക്ഷ്യമിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഹാർബറുകളിലും പരിസരങ്ങളിലും വാഹന അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ സമുദ്ര മത്സ്യലഭ്യതയിലുണ്ടായ വലിയ കുറവ് യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയ്ക്ക് ആശങ്കയാണ്. ട്രോളിംഗ് നിരോധനം നാളെ അവസാനിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈകിട്ട് കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പേരുൾപ്പെടുത്താൻ ഇതുവരെ ലഭിച്ചത് 3.25 ലക്ഷത്തോളം അപേക്ഷ. ആഗസ്റ്റ് 7 വരെ പേരു ചേർക്കാനും തിരുത്താനും അവസരമുണ്ട്. 30 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് ശക്തമായ കാറ്റ് വരും ദിവസങ്ങളിലും തുടരും. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മുതലപ്പുഴി തുറമുഖ നവീകരണ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനാണ് തുറമുഖ നവീകരണ പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നത്. CWPRS ശാസ്ത്രജ്ഞർ സമർപ്പിച്ച പഠന റിപ്പോർട്ട് പ്രകാരം 177 കോടി രൂപയാണ് തുറമുഖ നവീകരണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. പദ്ധതി ചെലവിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവും വഹിക്കും. കരാറിലേർപ്പെട്ട PKMCO കമ്പനി ഇതിനോടകം പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നിറപുത്തരി. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്ന നിറപുത്തരി ചടങ്ങിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പത്മതീർത്ഥത്തിന് തെക്കേ കൽമണ്ഡപത്തിന് സമീപത്ത് നിന്ന് ഘോഷയാത്രയായി കതിർക്കറ്റകൾ പത്മനാഭസ്വാമിയുടെയും ഉപദേവതകളുടെയും ശ്രീകോവിലുകളിൽ എത്തിച്ച് കതിർ നിറച്ചു. ഭക്തിസാന്ദ്രമായി ശബരിമലയിൽ നിറപുത്തരി പൂജ നടന്നു. വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സാഹസികതയും വിനോദവും പകരുന്ന പുതിയ ഡോം തിയേറ്റർ പദ്ധതിയുമായി DTPC. മൂന്നാർ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ നിർമ്മിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കി ജില്ലയിൽ രണ്ടാമത്തെ ഡോം തിയേറ്ററാണ് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. തിയേറ്ററിനുള്ളിൽ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനിൽ 3D ഗ്ലാസുകളില്ലാതെ തന്നെ ത്രില്ലിംഗ് ദൃശ്യങ്ങൾ കാണാനാകും. പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു സിനിമകൾ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന വിധം ഡോം തിയേറ്ററിൽ ഒരേ സമയം 30 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വകാര്യ സംരംഭകരും DTPCയും സഹകരിച്ച് 80 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് തിയേറ്റർ നിർമ്മിച്ചത്. ഇന്ന് മനുഷ്യക്കടത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര ദിനം. മനുഷ്യക്കടത്ത്, സംഘടിത കുറ്റകൃത്യം, ചൂഷണം അവസാനിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ വൈകിട്ട് 3:30 ഓവലിൽ ആരംഭിക്കും. പരമ്പരയിൽ 2-1 ഇംഗ്ലണ്ട് മുന്നിലാണ്. 4ാം ടെസ്റ്റിലെ സമനില നേട്ടം ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ടെങ്കിലും പരമ്പര നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ വിജയം അനിവാര്യമാണ്. ജമ്മു കശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ നിയന്ത്രണ രേഖ കടക്കാൻ ശ്രമിച്ച 2 ലഷ്കർ-ഇ-ത്വയ്ബ ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 120 പോയിന്റ് ഉയർന്ന് 81,451-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 31 പോയിന്റ് നേട്ടത്തിൽ 24,853-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 480 രൂപ വർദ്ധിച്ച് 73,680 രൂപയും ഗ്രാമിന് 9,210 രൂപയുമാണ് ഇന്നത്തെ വില. മുതിർന്ന പൗരന്മാർക്കായി സാമൂഹ്യനീതി വകുപ്പ് തയ്യാറാക്കിയ കേരള സംസ്ഥാന വയോജന നയത്തിന്റെ കരട് സംബന്ധിച്ച പരാതികളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് അറിയിക്കാം. അഭിപ്രായങ്ങൾ ഓഗസ്റ്റ് 31-നകം നൽകണം. സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്ത് വാർഡ് വിഭജന കരട് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പരാതി നൽകിയവർക്കായി നാളെ തിരുവനന്തപുരം തൈക്കാട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹിയറിംഗ് സംഘടിപ്പിക്കുന്നു. രാവിലെ 9:30 തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ളവർക്കും 11 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലുള്ളവർക്കും പരാതികൾ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പ്രത്യേക ചർച്ച രാജ്യസഭയിൽ തുടരുന്നു. ISROയുടെയും നാസയുടെയും സംയുക്ത ദൗത്യമായ നിസാർ ഉപഗ്രഹം ഇന്ന് വൈകിട്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 1 ആണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം പൂർത്തിയാകുന്നതുവരെ വാടക വീടുകളിൽ കഴിയുന്നവർക്ക് ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനരധിവാസ പ്രക്രിയയിൽ സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ ശക്തമായ കാറ്റിനും വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.